എനിക്ക് ഈ ഭൂഷണം കിട്ടുമ്പോൾ മമ്മൂട്ടിയും കിട്ടിയിട്ടുണ്ട്. മമ്മൂട്ടിയും ഞാനും ചിങ്ങമാസത്തിലെ വിശാഖക്കാരാണ്, ഒരേ നാളുകാരാണ്. മമ്മൂട്ടിക്ക് കിട്ടിയെങ്കിൽ മമ്മൂട്ടിയുടെ കഴിവുകൊണ്ട് കിട്ടിയാണ്. അദ്ദേഹത്തിന് നടനത്തിലുള്ള അഭിനയ പാടവത്തിലുള്ള അംഗീകാരമായിട്ട് കിട്ടിയത്. പക്ഷെ എനിക്ക് കിട്ടിയത് അങ്ങനെയല്ല. സംഘടനാ പ്രവർത്തനത്തിൻ്റെയും ക്ഷേമപ്രവർത്തനങ്ങൾ നടത്തുന്നതിൻ്റെയും അംഗീകാരമാണ്. ആ അംഗീകാരം കാരണക്കാരെല്ലാം നിങ്ങളാണ്. ആ അംഗീകാരം സമുദായത്തിനാണ് കിട്ടിയത്, വെള്ളാപ്പള്ളി നടേശനല്ല. മമ്മൂട്ടിക്ക് കിട്ടിയ ആദരവും എൻ്റെ ആദരവും രണ്ടും പത്മഭൂഷണമാണെങ്കിൽ ആ പത്മഭൂഷണം കണ്ടെത്തിയതിൻ്റെ ആ നിശാബോധം അല്ല, കണ്ടെത്തിയത് രണ്ട് രീതിയിലാണ്. അദ്ദേഹത്തിൻ്റെ പ്രഗത്ഭമായ നടന പാടവം കണ്ടുകൊടുത്തുവെങ്കിൽ നമ്മുടെ എല്ലാം കൂട്ടായി വെള്ളാപ്പള്ളി നടേശൻ ഹീറോയാണ്. ഹീറോ ആയത് നിങ്ങളെല്ലാം കണ്ണീർന്നപ്പോഴാണ്. ഇവിടുത്തെ പാവങ്ങളുടെ കണ്ണീരൊപ്പാൻ സംഘടനാ പ്രവർത്തനത്തിൽ ഞാൻ വന്നപ്പോൾ സമുദായം സാമ്പത്തികമായി പിന്നോക്കമാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ അവരെ മുന്നോക്കം കൊണ്ടുവരുവാൻ ആരോടും യുദ്ധം ചെയ്യാനോ മതവിദ്വേഷം വളർത്താനോ അല്ല, അവർക്കൂടെ സാമ്പത്തികമായി ഉയർത്തുവാൻ, അവരെ വളർത്തുവാനുള്ള കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് എത്രയോ കോടി. ബംഗാളിലെ യൂനൂസ് കുഞ്ഞ് അദ്ദേഹത്തിന് 2000 കോടിയാണ്, 200 കൊടുത്ത് പത്മശ്രീ കിട്ടി. അതിനേക്കാൾ എത്രയോ കോടി നമ്മൾ കൊടുത്തു, ഒന്നും കിട്ടാനല്ല. അപ്പോൾ ഇതുപോലുള്ള സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ SNDP യോഗത്തിലായാലും SN ട്രസ്റ്റിലായാലും ഇവിടുത്തെ സാധാരണക്കാരെ ഉയർത്താനും വളർത്താനും അതിനെല്ലാം നമ്മുടെ കൂട്ടായ്മയാണ്. ഇത് വെള്ളാപ്പള്ളി നടേശനോടാണ് കഴിവല്ല. നമ്മളെല്ലാം ഒന്നായി പ്രവർത്തിച്ച് അങ്ങനെ മഹാ അത്ഭുതമെന്ന് പറഞ്ഞ് പലരും പഠിക്കാനും മനസ്സിലാക്കാനും എത്രയോ വിദേശ പ്രദേശങ്ങളിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ തന്നെ വന്ന് കണ്ടുപഠിക്കാനും ഒക്കെ ശ്രമിച്ചിട്ടുണ്ട്. ഇതെല്ലാം കാരണഭൂതനായത് സമുദായ അംഗങ്ങളുടെ പിൻബലവും നമ്മുടെ കൂട്ടായ പ്രവർത്തനവും ഉണ്ടാകും. അതുകൊണ്ട് ഈ അവാർഡ് പത്മഭൂഷൺ കിട്ടിയെങ്കിൽ അത് നമ്മുടെ സമുദായത്തിന് കിട്ടിയ അവാർഡായിട്ടാണ് ഞാൻ കണക്കുന്നു. അത് ഗുരുവിൻ്റെ പാദങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, ഒരു വിവാദങ്ങൾ എന്നും എൻ്റെ തോളിൽ നിന്ന് മാറുകയില്ല. ചുമ്മാ ഇരുന്നാലും വിവാദങ്ങൾ വേതാളങ്ങളായി എൻ്റെ തോളെ വീഴും. പക്ഷെ ഏത് തോളെ വീണാലും കുറച്ച് കഴിയുമ്പോൾ അതെനിക്കൊരു പൂമാലയായി മാറും. അതാണ് കാണുന്നത്. അത് നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനയാണ്, ഗുരുവിൻ്റെ അനുഗ്രഹം. നിങ്ങളൊന്ന് ആലോചിച്ചു, എന്തെല്ലാം പ്രശ്നം ഇപ്പം എന്നെ അകത്താക്കും. കുറേ പേരെല്ലാം എഴുതി ചില ചാനലാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചോരയ്ക്ക് കുടിക്കുന്ന ചാനലുണ്ട്. അവരെന്താണ് കാഴ്ചക്കാരെ വർദ്ധിപ്പിക്കുന്നതിന് എന്താ പറയണത്, റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ടും അവരെന്നെ ഉപയോഗിക്കാറുണ്ട്. ഇവിടെ എല്ലാം റേറ്റിംഗ് കൂട്ടാൻ ശ്രമിക്കുമ്പോൾ മറ്റുള്ളവരുടെ വേദന അവർക്ക് മനസ്സിലാകില്ല. അവർ കാശുണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ പച്ചയായ കള്ളത്തരങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് എന്നാൽ പെരുങ്കള്ളന്മാരായിരിക്കും അവർക്ക് കാശുണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ നിഷ്കാമകർമ്മം നടത്തുന്ന നമ്മളെക്കൂട്ടുള്ള പാവം പിടിച്ച സമുദായത്തെ വേട്ടയാടുന്നതാണോ ശരി? സത്യങ്ങൾ പറയട്ടെ. സത്യങ്ങൾ പറയാതെ അസത്യങ്ങൾ പറച്ചും പരത്തിയും പരസ്പരം തല്ലിച്ചും അതിൽ നിന്ന് ചോര കുടിക്കാൻ നടക്കുന്ന കുറേ കുറുക്കന്മാരായ ചാനലുകാരിവിടെയുണ്ട്. ഈ കുറുക്കന്മാർ ചോര കുടിക്കാൻ ഈ പാവം പിടിച്ച ഈ സമുദായത്തിന് നിങ്ങൾ എന്തിനുപയോഗിക്കണം? വേറെ എന്തെല്ലാം മാർഗ്ഗം കിടക്കുന്നു? വേറെ എവിടെയെങ്കിലും പോകാൻ പാടില്ലേ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.